പണ്ടൊക്കെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തിരുന്നൊരു മീനായിരുന്നു സൂത. നിങ്ങളവിടെ ഇതിന് പേരെന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല. ഇതിന് ഐക്കോറ സൂത അങ്ങനെ ഓരോ പേരൊക്കെ പറഞ്ഞ് കേൾക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറച്ചടുത്തായിട്ട് നന്നായിട്ട് വറ്റിച്ച് മസാലയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ മീൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് പൊരിച്ച് കഴിഞ്ഞാലും അതെ, നമ്മൾ പൊരിച്ച് അപ്പോൾ തന്നെ കഴിക്കണം. കുറച്ച് ലേറ്റായി ആ ചൂടൊക്കെ പോയി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് അത്ര അങ്ങോട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഭയങ്കര ഒരു ഹാർഡായിട്ടുള്ള, നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം കുറച്ചൊരു ഹാർഡായിട്ടുള്ള പോലത്തെ മീനാണ്. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. മുളകിട്ട് സാധാരണ വെച്ചാലുള്ള ടേസ്റ്റല്ല, തേങ്ങ അരച്ച് മസാല ഒക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ചും വെക്കും, അതും രസമാണ്. പക്ഷെ അതിനേക്കാളും രസമാണ് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് ഇതങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചോറ് കഴിക്കുന്നതിലും കൂടുതലായിട്ട് കഴിക്കും. എൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് എനിക്ക് ഈ റെസിപ്പിയും കിട്ടിയത്. പക്ഷേ പണ്ടൊന്നും അമ്മ അന്നും ഇന്നും ഒരേപോലെ തന്നെയാണ് വെക്കാറ്. എന്നാലും എനിക്ക് പണ്ട് തീരെ അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു ഇത്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്, ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ ഇവിടെ ആർക്കും അത്ര ഇഷ്ടമുള്ള മീനല്ല ഇത്. എന്നാൽ കൂടി എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ അങ്ങനെ ഒരു കറിയും അങ്ങനെ പ്രത്യേകമായിട്ട് വെക്കാറില്ല. അങ്ങനെ ഞാൻ വെച്ചിട്ടുള്ള ആകെ ഒരു കറി എന്ന് പറയുന്നത് ഈ സൂത നന്നായിട്ട് വറ്റിച്ച് വെക്കുന്നതാണ്. നമുക്കെപ്പോഴും മടിയാണല്ലോ നമുക്ക് മാത്രമായിട്ട് വെക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മളെ ഇഷ്ടത്തിന് ഓരോന്നൊക്കെ വെക്കണമല്ലോ. അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എപ്പോഴും വെക്കാറുള്ളൊരു കറിയാണിത്. അത്ര പാടൊന്നുമില്ല, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെയുള്ളൂ. എന്നാലും നന്നായിട്ട് ചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. അതിപ്പോൾ ഈ കറി എന്നല്ല, നമ്മൾ ഏത് കറിയായാലും ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഒരു ചട്ടിയുടെ ടേസ്റ്റ് വരുന്നതാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇപ്പോൾ ഇന്ന് വെച്ച് നാളത്തേക്ക് ആ ചട്ടിയിൽ തന്നെ നമ്മൾ ആ കറി മൂടി വെച്ച് പിറ്റേ ദിവസം അത് നന്നായിട്ട് ആ ചട്ടിയിൽ നിന്ന് ചൂടാക്കി എടുത്ത് കഴിഞ്ഞാലും ഒടുക്കത്തെ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ കറിയൊക്കെ കഴിഞ്ഞാൽ ചട്ടിയിൽ നമ്മൾ കുറച്ച് ചോറൊക്കെ ഇട്ട് ഇങ്ങനെ വടിച്ച് കഴിക്കുമല്ലോ, അപ്പോഴും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ സംഭവം ഇത് ഈസിയാണ് കട്ട് ചെയ്യാനൊക്കെ. അത്ര വലിയ കുറച്ച് ഉറപ്പുള്ള മീനാണെങ്കിലും പെട്ടെന്ന് നമുക്ക് മുറിച്ചെടുക്കാം, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ ഇതിൻ്റെ തലയും നല്ല രസമാണ്. അതുപോലെ ഇതിൻ്റെ മുള്ളൊന്നും അത്ര വലിയ ഹാർഡായിട്ടുള്ള ആണ്, പക്ഷെ എന്നാലും തലയൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ഈസി ആയിട്ടുള്ള, അത്ര കട്ടിയായിട്ടുള്ള മുള്ളുകളൊന്നും കുത്തുന്ന ആ ഒരു ടൈപ്പൊന്നുമല്ല. അപ്പോൾ ഞാനിവിടെ ഏതാ കഷ്ണമൊക്കെ നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇത്തവണ പൊരിക്കുന്നില്ല, എനിക്കത് അങ്ങനെ ഫ്രൈ ചെയ്ത് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മെയിനായിട്ട് ഇതിൽ വേണ്ടത് മല്ലിപ്പൊടിയാണ്. കുറച്ചധികം മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് നന്നായിട്ട് പുളി പിഴിഞ്ഞൊഴിക്കണം. എന്നിട്ട് തക്കാളി ഇടണമെങ്കിൽ ഇടാം, തക്കാളി ഇടണ്ടെങ്കിൽ ഇടണ്ട, അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ നമ്മൾ തക്കാളി, ഇഞ്ചി, പച്ചമുളക് ഇതൊന്നും ഇടാതെ തന്നെ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് പുളി പിഴിഞ്ഞൊഴിച്ച് കുറച്ച് ഉപ്പിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നന്നായിട്ട് വറ്റിച്ചെടുത്ത് നല്ല ടേസ്റ്റാണ്. ഞാൻ പിന്നെ എൻ്റെ ഒരു ഇഷ്ടത്തിന് കുറച്ച് തക്കാളിയൊക്കെ ഇടുമ്പോൾ കുറച്ചുകൂടി ഒന്നൊരു പുളി നിൽക്കുന്ന പോലെ ഉണ്ടാവും. കുറച്ച് തക്കാളിയും ഒരു പച്ചമുളക് ചീന്തി ഇട്ടിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നന്നായിട്ട് പുളി കുത്തുന്ന രീതിക്കല്ല, എന്നാലും നമുക്ക് പറ്റിച്ച കറിക്ക് നന്നായിട്ട് വറ്റിച്ച കറിക്കൊക്കെ ഈ പുളി കുറച്ചധികം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടുപ്പത്ത് വെച്ച് കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വേവിക്കണം. ഞാനിതിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കാണിക്കാൻ മറന്നുപോയി. നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് തിളച്ച് വരുമ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ ഊറി നന്നായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ട് വരും. അപ്പോൾ ഇത് കൂട്ടിയിട്ട് ചോറ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വേറെ ഒരു സാധനം വേണ്ട, ഇത് മാത്രം മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ